നമസ്കാരം. ഇടതുപക്ഷ മനസ്സുള്ളവരോടും ഇത്രയും അസഹിഷ്ണുത ഉണ്ടാകുന്നുണ്ടോ? ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തോറ്റമ്പിപ്പോയ ഇടതുമുന്നണി തിരുത്തി മുന്നോട്ട് പോയില്ല എങ്കിൽ ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥ ഉണ്ടാകുമെന്ന് സ്നേഹബുദ്ധ്യ ഉപദേശിച്ച യാക്കോബായ സഭ നിരണം മുൻ ഭദ്രാസന മെത്രോപൊലിത്ത ഗീവർഗീസ് കുറിലോസിനെ വിവരദോഷി എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അധിക്ഷേപിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട്? ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നവരാണെങ്കിലും CPM-നെ തിരുത്താൻ ശ്രമിച്ചാൽ എന്താണ് സംഭവിക്കുക എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഗീവർഗീസ് കുറിലോസിന് എതിരായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ഈ അധിക്ഷേപം എന്ന് പറയപ്പെടുന്നത്. ആരെയും തെറി വിളിക്കും, എങ്ങനെയും വിളിക്കും. മുഖ്യമന്ത്രിയെ പിന്തുണച്ചുകൊണ്ട് പലവട്ടം പോസ്റ്റുകൾ ഇട്ടിട്ടുള്ള വ്യക്തിയാണ് ഈ യാക്കോബായ സഭ നിരണം ഭദ്രാസനത്തിൻ്റെ മുൻ അധിപനായിട്ടുള്ള ഗീവർഗീസ് മാർ കുറിലോസ്. 2020 ജൂലൈയിൽ മുഖ്യമന്ത്രിയെ പിന്തുണച്ചുകൊണ്ട് ഗീവർഗീസ് കുറിലോസ് ഇട്ട പോസ്റ്റ് തന്നെ അതിനൊരു ഉദാഹരണമാണ്. പിണറായി വിജയനെ വേട്ടയാടുന്നതിന് എതിരെയോ അല്ലെങ്കിൽ എതിരായിരുന്നു ആ പോസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. ആ പഴയകാല പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഒന്ന് നമുക്ക് നോക്കിയാൽ അതിലിങ്ങനെയാണ് പറയുന്നത്: മടിയിൽ കനമില്ലാത്തവർ വഴിയിൽ ആരെയും പേടിക്കില്ല. വേട്ടയാടപ്പെടാൻ പുത്തരിയല്ലാത്ത പിണറായി വിജയൻ, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഇപ്പോൾ തനിക്കെതിരെ നടക്കുന്ന ഈ സംഘടിതമായ ആക്രമണത്തെയും നെഞ്ചുവിരിച്ചും ശിരസുയർത്തിപ്പിടിച്ചും തന്നെയാണ് നേരിടുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വിവാദ സ്വർണ്ണക്കടത്ത് കേസിൽ ഉൾപ്പെട്ട യഥാർത്ഥ രാജ്യദ്രോഹികളെ നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരുന്ന ആ ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടവർ ഗുരുതരമായിട്ടുള്ള രാജ്യദ്രോഹ കുറ്റത്തെ സെൻസേഷണലൈസ് ചെയ്തതും രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കുന്നത് എത്ര ബാലിശമാണ് എന്ന് ചിന്തിച്ചു നോക്കൂ. തെറ്റ് ചെയ്താൽ ഉന്നതരായാൽ പോലും ആരെയും സംരക്ഷിക്കില്ല എന്ന് വ്യക്തമായി പറയുകയും സംശയ നിഴലിലുള്ളവരെ അടക്കം എല്ലാത്തിനെയും പുറത്താക്കുകയും ചെയ്ത ഒരു മുഖ്യമന്ത്രിയാണ് നിരന്തരം രാഷ്ട്രീയമായി വേട്ടയാടുന്നത്. എന്നാൽ കനൽ വഴികളിലൂടെ നടന്നു വന്ന പിണറായി വിജയൻ എത്ര ധീരമായിട്ടാണ് ഇതിനിടയിലും കേരള ജനത തന്നെ ഏൽപ്പിച്ച കർത്തവ്യം, പ്രത്യേകിച്ച് ഒരു ദുരന്ത മുഖത്ത് നിർവഹിച്ച് മുന്നോട്ട് പോകുന്നതെന്ന് ശ്രദ്ധിക്കുക. ശിവശങ്കരനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യും, പ്രതിയാക്കും. ഭാവിയിൽ അങ്ങനെ സംഭവിച്ചാൽ കൂടി അദ്ദേഹത്തെ സംരക്ഷിക്കില്ല എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതാണ് എന്നുകൂടി അതിനകത്ത് പറയേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള മുറിക്കുന്ന വാർത്തകൾ വരുമ്പോഴും നിർഭയം ആത്മവിശ്വാസത്തോടെ ജനങ്ങളെ അഭിമുഖീകരിക്കുവാൻ ചങ്കുറപ്പുള്ള പിണറായി വിജയനെയാണ് ഈ ദിവസങ്ങളിലെല്ലാം നാം കണ്ടത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് അന്വേഷണവും നിയമവും ആ വഴികളിൽ നീങ്ങട്ടെ. നമുക്ക് കോവിഡും വെള്ളപ്പൊക്കവും ഒക്കെ ശ്രദ്ധിച്ച് ജനങ്ങളുടെ രക്ഷയെ കരുതിയുള്ള ചർച്ചകളും പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാം. ഒരു ഇടത് സർക്കാരിനെ തകർക്കാൻ ആർക്കും ശ്രമം നടത്താം. പക്ഷേ തിരഞ്ഞെടുത്ത് അധികാരത്തിലെത്തിയ ജനങ്ങളൊപ്പമുള്ളപ്പോൾ അതൊക്കെ വൃഥാശ്രമങ്ങളാകും, അത്ര തന്നെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇതാണ് അദ്ദേഹം പറഞ്ഞ പഴയ പോസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, പിണറായി വിജയനെ പുകഴ്ത്തിക്കൊണ്ട്. എന്നാൽ ആ ഗീവർഗീസ് കുറിലോസ് ഇപ്പോൾ പറഞ്ഞത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വൻ പരാജയത്തിന് കാരണം ഒന്നാം പിണറായി സർക്കാരിനെ അപേക്ഷിച്ച് രണ്ടാം പിണറായി സർക്കാരിൻ്റെ നിലവാര തകർച്ചയാണ് എന്നാണ് കുറിലോസ് അഭിപ്രായപ്പെട്ടത്. ഭൂരിപക്ഷം മന്ത്രിമാരുടെയും പ്രകടനം ദയനീയമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ധാർഷ്ട്യവും ധൂർത്തും ഇനിയും തുടർന്നാൽ ഇതിലും വലിയ തിരിച്ചടികളായിരിക്കും ഇടതുപക്ഷത്തെ കാത്തിരിക്കുക എന്നുകൂടി ഓർമ്മപ്പെടുത്തിയ അദ്ദേഹം എപ്പോഴും പ്രളയവും മഹാമാരികളും രക്ഷയ്ക്കെത്തണമെന്നില്ല, കിറ്റ് രാഷ്ട്രീയത്തിൽ ഒന്നിലധികം പ്രാവശ്യം ജനങ്ങൾ വീഴില്ല എന്നും, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ തിരുത്തുമെന്ന നേതൃത്വം പറയുന്നത് സ്വാഗതാർഹമാണ്. പക്ഷേ തൊലിപ്പുറത്തുള്ള തിരുത്തലാവരുത്. രോഗം ആഴത്തിലുള്ളതാണ്, ചികിത്സയും ആഴത്തിൽ തന്നെ ഇറങ്ങേണ്ടതാണ്. ഇടതുപക്ഷം ഇടത്ത് തന്നെ നിൽക്കേണ്ടതുമാണ്. ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വലത്തോട്ട് വണ്ടി ഓടിച്ചുവാൽ അപകടം ഉറപ്പാണ് എന്നുകൂടി പറയുന്നു. ലക്ഷ്യസ്ഥാനത്ത് എത്തുകയില്ല എന്നായിരുന്നു കുറിലോസിൻ്റെ പ്രതികരണം എന്ന് പറയപ്പെടുന്നത്. പക്ഷേ എന്നാൽ മുഖ്യമന്ത്രിയുടെ വിമർശനത്തിന് പിന്നാലെ ഗീവർഗീസ് മാർ കുറിലോസിൻ്റെ പരാമർശത്തെ അദ്ദേഹം ഉൾപ്പെട്ട യാക്കോബായ സുറിയാനി സഭ തള്ളിപ്പറഞ്ഞുവെങ്കിലും പിണറായി വിജയൻ്റെ പ്രസ്താവനയെ കടുത്ത ഭാഷയിൽ തന്നെയാണ് വിമർശിച്ചുകൊണ്ട് കേരള കൗൺസിൽ ഓഫ് ചർച്ചസ്, അതായത് KCC രംഗത്തെത്തിയത്. സഭയിലെ ഔദ്യോഗിക ചുമതലകളിൽ നിന്ന് വിരമിച്ച ഗീവർഗീസ് മാർ കുറിലോസ് തിരുമേനി കഴിഞ്ഞ ദിവസം നടത്തിയ ആ പ്രസ്താവന സഭയുടെ നിലപാടോ അഭിപ്രായമോ അല്ല എന്നും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം മാത്രമാണ് എന്നും യാക്കോബായ സഭ വിശദീകരണം നൽകുകയും ചെയ്തു. യാക്കോബായ സുറിയാനി സഭയുടെ പ്രസ്താവനകളോ പ്രതികരണങ്ങളോ നിലപാടുകളോ വ്യക്തമാക്കാൻ മലങ്കര മെത്രാപ്പൊലീത്തായ്ക്കും സഭാഭാരവാഹികൾക്കും മാത്രമേ ഉത്തരവാദിത്തമുള്ളൂവെന്നും ആ വാർത്താക്കുറിപ്പ് വ്യക്തമാക്കുകയും ചെയ്തു. അവിടെയും തള്ളിക്കളഞ്ഞു ഗീവർഗീസ് കുറിലോസിനെ. അതേസമയം ഭരണാധികാരി ഏകാധിപതിയാകുന്നത് അപകടകരമാണ് എന്നുള്ള വിമർശനങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാകാത്തത് ഏകാധിപതികളുടെ പ്രത്യേകതയാണ് എന്ന് ക്രൈസ്തവ സഭകളുടെ സംയുക്ത സംഘടനയായിട്ടുള്ള KCC കുറ്റപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളത് ശ്രദ്ധേയമാണ്. ചക്രവർത്തി നഗരനെങ്കിൽ വിളിച്ചു പറയുക സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് എന്നും
അത് ഉൾക്കൊണ്ടുകൊണ്ട് തിരുത്തുന്നതിന് പകരം വിമർശിക്കുന്നവരെ അധിക്ഷേപിക്കുന്നത് പക്വതയില്ലായ്മയാണ് എന്നുകൂടി KCC അവരുടെ പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. പണ്ട് നികൃഷ്ടജീവി എന്നൊരു പുരോഹിതനെ വിളിച്ചയാൾ ഇന്ന് വിവരദോഷി എന്ന മറ്റൊരു പുരോഹിതനെ വിളിക്കുമ്പോൾ വിളിക്കുന്നയാളുടെ സ്വഭാവം മാറിയിട്ടില്ല എന്ന് മനസ്സിലാക്കുക ആണ് എന്ന് KCC കുറ്റപ്പെടുത്തുന്നുണ്ട്. കേരളത്തിൽ സാധാരണക്കാരന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് എന്നും ആരോഗ്യ മേഖലയിലേതുൾപ്പെടെ വിവിധ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് KCC ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിന് മറുപടി പറയണം പിണറായി. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷം നേരിട്ട തിരിച്ചടിക്ക് ക്രൈസ്തവ സമൂഹത്തോട് സർക്കാർ കാട്ടുന്ന വിവേചനപരമായിട്ടുള്ള ഇടപെടലുകൾ ഉൾപ്പെടെ അതിന് കാരണമായിട്ടുണ്ട് എന്ന് പറയുകയാണ്. ക്രൈസ്തവ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച് 1 വർഷം കഴിഞ്ഞിട്ടും ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ നടപടിയായിട്ടില്ല എന്നുള്ളതാണ്. അതിനാൽ തെറ്റിതിരുത്തുവാൻ സർക്കാർ തയ്യാറാകണമെന്നും കത്തോലിക്ക സഭ ഒഴികെയുള്ള എപ്പിസ്കോപ്പൽ ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മയായിട്ടുള്ള KCC ഇപ്പോഴും ആവശ്യപ്പെടുകയാണ്. യാക്കോബായ, ഓർത്തഡോക്സ്, CSI, മാർത്തോമ, ബിലീവിയസ് ചർച്ച്, തൊഴിയൂർ സഭകളാണ് KCCയിലുള്ളത്. എന്തായാലും LDF സർക്കാരിനെ വിമർശിച്ചതോടെ ഗീവർഗീസ് കൂറിലോസ് മുഖ്യമന്ത്രിക്ക് വിവരദോഷിയായി മാറിയിരിക്കുകയാണ്. പണ്ടൊരു നികൃഷ്ടജീവിയും ഇന്നൊരു വിവരദോഷിയും. ക്രൈസ്തവ സഭകളുടെ നേതാക്കളെ, അച്ഛന്മാരെ, പിതാക്കന്മാരെ ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്ന പിണറായിയുടെ മനോഭാവം എന്താണ്? ഇടതുപക്ഷത്തെ ആർക്കും തിരുത്താൻ ശ്രമിച്ചുകൂടെ? സ്വയം തിരുത്തിയില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾ നിങ്ങളെ തിരുത്തിക്കുമെന്നുള്ള കാര്യം മറന്നു പോകരുത് മിസ്റ്റർ പിണറായി.